പ്രിയമുള്ളവരെ, വൺസ് കോച്ചിങ്ങിന്റെ മറ്റൊരു സെഷനിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ KTU ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ പ്രോഗ്രാമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മെറ്റീരിയൽ സയൻസ്, മെറ്റലർജി ആൻഡ് മെറ്റീരിയൽ സയൻസിന്റെ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് 2022 ഡിസംബർ മാസം ചോദിച്ച അല്ലെങ്കിൽ വന്ന എക്സാമിൽ നിന്ന് ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉള്ള വീഡിയോസ് ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തതാണ്. ദെൻ ഇത് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളാണ്. സെയിം സെക്കൻഡ് മൊഡ്യൂള് നിന്ന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കഷൻ ചെയ്യും. സോ മൊഡ്യൂൾ 2 നോക്കിക്കഴിഞ്ഞാൽ സിലബസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ എക്സാമിന് ചോദിച്ചിരിക്കുന്നത് എവിടെ നോക്കിയാന്ന് നോക്കാം. 2022 ഡിസംബർ മാസം സിലബസിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എവിടേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഫ്രാങ്ക് റീഡ് സോഴ്സ്. ഫ്രാങ്ക് റീഡ് സോഴ്സ് എന്താണ്? ഫ്രാങ്ക് റീഡ് സോഴ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ദെൻ അടുത്ത എന്താണ്? അടുത്തത് എക്സ്റേ ഡിഫ്രാക്ഷൻ. എക്സ്റേ ഡിഫ്രാക്ഷൻ എന്താണ് ചോദിച്ചിട്ടുണ്ട്. എക്സ്റേ ഡിഫ്രാക്ഷൻ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് മെറ്റീരിയലിന്റെ ക്രിസ്റ്റൽ സ്ട്രക്ചർ ഡിറ്റർമൈൻ ചെയ്യുന്നത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് വാട്ട് ഈസ് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. 3 മാർക്കിന് ചോദിച്ചിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. അതുപോലെ തന്നെ ഡിഫ്യൂഷൻ. ഡിഫ്യൂഷൻ എന്താണ്? ഡിഫ്യൂഷൻ അതിന്റെ മെക്കാനിസം, ഫിക്സ് ലോ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിന് ഒരു സിമ്പിൾ പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. സോ ഇതൊക്കെയാണെന്ത് മൊഡ്യൂൾ 2 നിന്ന് 2022 ഡിസംബർ മാസം നടന്ന KTU എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കാം എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ്, നമുക്ക് അതിന്റെ ആൻസർ എങ്ങനെയാന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഫ്രാങ്ക് റീഡ് സോഴ്സ്? 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തത്, വാട്ട് ഈസ് ദി ഡിസ്റ്റിങ്ക്റ്റ് ഫീച്ചേഴ്സ് ഓഫ് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഓക്കെ, എന്താണ് ഫ്രാങ്ക് റീഡ് സോഴ്സ്? വാട്ട് ആർ ദി ഡിസ്റ്റിങ്ക്റ്റ് ഫീച്ചേഴ്സ് ഓഫ് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്? 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. എന്താണ് ഫ്രാങ്ക് റീഡ് സോഴ്സ് എന്ന് നോക്കാം. ഈ ഫ്രാങ്ക് റീഡ് സോഴ്സ് ചിലപ്പോൾ നിങ്ങൾക്ക് 3 മാർക്കിന് ചോദിക്കാം, ചിലപ്പോൾ 4 മാർക്കിന് ചോദിക്കാം, ചിലപ്പോൾ 7 മാർക്കിന് ചോദിക്കാം കേട്ടോ. ഡിപ്പെൻസ്. ഓക്കെ, ഇപ്പൊ എന്താണ് ഫ്രാങ്ക് റീഡ് സോഴ്സ് എന്ന് നോക്കാം. നമ്മളൊരു പ്ലെയിൻ എടുത്തു കഴിഞ്ഞാൽ ആ പ്ലെയിനിൽ കൂടി ഒരു ഡീഫോർമേഷൻ നടക്കണമെങ്കിൽ, ഒരു പ്ലെയിനിൽ കൂടി അല്ലെങ്കിൽ നമ്മുടെ സ്ലിപ്പ് പ്ലെയിനിൽ കൂടി ഒരു ഡീഫോർമേഷൻ നടക്കണമെങ്കിൽ ആ പ്ലെയിനിൽ കണ്ടമാനം ഡിസ്ലൊക്കേഷൻസ് ഉണ്ടാവണം, അല്ലെങ്കിൽ ആ പ്ലെയിനിലുള്ള ഡിസ്ലൊക്കേഷൻസ് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അതൊരു കണ്ടീഷനാണ്. എന്നാലേ അവിടെ ഡീഫോർമേഷൻ നടക്കുള്ളൂ ആ പ്ലെയിനിൽ കൂടി. സോ ഫ്രാങ്ക് റീഡ് സോഴ്സ് മെക്കാനിസം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ സ്ലിപ്പ് പ്ലെയിനിൽ, എങ്ങനെയാണ് ഈ ഡീഫോർമേഷൻ നടക്കുന്ന പ്ലെയിനിൽ ഡിസ്ലൊക്കേഷൻസ് മൾട്ടിപ്ലൈ ആവുന്നത് എന്ന് പറയുന്ന മെക്കാനിസമാണ് ഫ്രാങ്ക് റീഡ് സോഴ്സ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഡിസ്ലൊക്കേഷൻസ് മൾട്ടിപ്ലൈ ആവുന്നത്, ഓക്കെ, ആ പ്രോസസ്സ് എങ്ങനെയാണ് എന്ന് പറയുന്ന ഒരു തിയറിയാണ് ഫ്രാങ്ക് റീഡ് സോഴ്സ്. ഓക്കെ, അപ്പൊ എങ്ങനെയാ സംഭവം നോക്കാം. എങ്ങനെയാണ് ഈ സ്ലിപ്പ് പ്ലെയിനിൽ, ഡീഫോർമേഷൻ നടക്കുന്ന പ്ലെയിനിൽ ഈ ഡിസ്ലൊക്കേഷൻസ് മൾട്ടിപ്ലൈ ആവുന്നത്? സോ അതിനുവേണ്ടി എന്ത് ചെയ്യുക, ഒരു സെഗ്മെന്റ് ഓഫ് ഡിസ്ലൊക്കേഷൻ, ഒരു ഡിസ്ലൊക്കേഷൻ ലൈൻ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യാണ്. അതിന്റെ 2 എൻഡിലും ഇത് ആങ്കർ ചെയ്തേക്കാണ്. 2 എൻഡിലും ആങ്കർ ചെയ്തിരിക്കുന്ന ഒരു ഡിസ്ലൊക്കേഷൻ ലൈനാണ് ഇത്. ഡിസ്ലൊക്കേഷൻ ലൈൻ നമ്മൾ എന്താന്ന് അല്പം കഴിഞ്ഞിട്ട് പറയണ്ടേ, എന്താണ് ഈ ലൈൻ, ഡിസ്ലൊക്കേഷൻ ലൈൻ എന്താണെന്നുള്ളത്. സോ ഇതൊരു ഡിസ്ലൊക്കേഷൻ ലൈനാണ്. അതിന്റെ 2 എൻഡും ആങ്കർ ചെയ്തേക്കുവാണ്. ഓക്കെ, 2 എൻഡും ഫിക്സ് ആയിരിക്കും. സപ്പോസ് ഈ ഡിസ്ലൊക്കേഷൻ ലൈനിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യാണ്. അപ്പൊ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്, ഈ ആരോ വെച്ചിട്ട്. ഓക്കെ, ഡിസ്ലൊക്കേഷൻ ലൈനിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. ഡിസ്ലൊക്കേഷൻ ലൈനിൽ ഫോഴ്സ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ഡിസ്ലൊക്കേഷൻസ് എന്ത് ചെയ്യും, ഈ രീതിയിൽ ബോ ഔട്ട് ആവും. അല്ലെ, ബോ എന്ന് പറയുന്നത് എന്താ, വില്ല് അല്ലെ, വില്ല് പോലെ അങ്ങോട്ട് വളയാൻ തുടങ്ങും. വില്ല് പോലെ വളഞ്ഞ് 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 അത് എന്ത് ചെയ്യും, ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് എത്തും. ഓക്കെ, അതായത് ഒരു പർട്ടിക്കുലർ ഷേപ്പ് വരെ എന്ത് ചെയ്യും, അതിങ്ങനെ ബോ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, അത് സാച്ചുറേഷനിലെത്തും. പിന്നെ അത് ബോ ഔട്ട് ചെയ്യാൻ പറ്റില്ല, അതിന്റെ മാക്സിമം കപ്പാസിറ്റിയിലെത്തി. അതിന്റെ മാക്സിമം എന്ത് ചെയ്യും, അത് ബോ ഔട്ട് ചെയ്യും. അതായത് ഒരു ഡിസ്ലൊക്കേഷൻ സെഗ്മെന്റ്, അതിലേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. ആ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, ആ ഡിസ്ലൊക്കേഷൻ എന്ത് ചെയ്യുന്നു, ബോ ഔട്ട് ആവുന്നു. ഓക്കെ, ഇനി അത് അതിന്റെ മാക്സിമം എത്തിക്കഴിഞ്ഞാൽ, ബോ ഔട്ട് ആവുന്നതിന് മാക്സിമം എമൗണ്ട് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ മാക്സിമം എത്തിക്കഴിഞ്ഞാൽ പിന്നെ ബോ ഔട്ട് ആവില്ല. ബോ ഔട്ട് ആവുന്നത് എന്ത് ചെയ്യും, സ്റ്റോപ്പ് ആവും. ബോ ഔട്ട് ആവുന്നത് സ്റ്റോപ്പ് ആവും. എന്നിട്ട് എന്ത് സംഭവിക്കും, എന്നിട്ട് ഈ ആങ്കർ ചെയ്തേണ പോയിന്റ് ഉണ്ടാ, ഈ ആങ്കർ ചെയ്തേണ പോയിന്റിൽ നിന്ന് ഈ രീതിയിൽ ഇങ്ങോട്ടേക്ക് അത് ബൾജാവാൻ തുടങ്ങും. ഓക്കെ ഓക്കെ, ഈ ആങ്കർ ചെയ്തേണ പോയിന്റിൽ നിന്ന് ഈ രീതിയിൽ ഇങ്ങോട്ടേക്ക് അത് എന്ത് ചെയ്യും, ട്രാവൽ ചെയ്യും. അങ്ങനെ അങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്ത് എന്ത് സംഭവിക്കും, ഈ ഡിസ്ലൊക്കേഷൻ ലൈനിന് എന്ത് ചെയ്യും കൂട്ടിമുട്ടും.
ഇത് ഇനീഷ്യലി ഇല്ലാന്ന് വിചാരിക്കാം. എന്ത് ചെയ്യും? ഇങ്ങനെ ട്രാവൽ ചെയ്ത് ഈ സാധനം എന്ത് ചെയ്യും? ഇതിങ്ങനെ ട്രാവൽ ചെയ്ത് ഇത് കൂട്ടിമുട്ടും. ഇത് കൂട്ടിമുട്ടി കഴിഞ്ഞാൽ ഇത് ഹൈലി അൺസ്റ്റേബിൾ ആണ്. ഓക്കെ, കൂട്ടിമുട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് അത് എന്ത് ചെയ്യും? പെട്ടെന്ന് അത് സെപ്പറേറ്റ് ആവും. ഈ രീതിയിൽ രണ്ടായിട്ട് സെപ്പറേറ്റ് ആവും. റബ്ബർ ബാൻഡ് സെപ്പറേറ്റ് ആവും പോലെ രണ്ടായിട്ട് സെപ്പറേറ്റ് ആയിട്ട് എന്ത് സംഭവിക്കും? ഇവിടെ പുതിയൊരു ഡിസ്ലൊക്കേഷൻ ലൈൻ ഫോം ചെയ്യും. സോ വാട്ട് ഹാപ്പൻസ്? ഈ പഴയതായിട്ടുണ്ടായ ഈ ലൂപ്പ് ഇത് നമ്മൾ ഡിസ്ലൊക്കേഷൻ ലൂപ്പ് എന്ന് നമുക്ക് വിളിക്കാം. ഡിസ്ലൊക്കേഷൻ ലൂപ്പ്. ഡിസ്ലൊക്കേഷൻ ലൂപ്പ്. ആ ഡിസ്ലൊക്കേഷൻ ലൂപ്പ് എന്ത് ചെയ്യും? അത് അങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ എൻലാർജ് ചെയ്തുകൊണ്ടിരിക്കും. സെയിം സമയത്ത് തന്നെ എന്ത് ചെയ്യും? ഈ പുതുതായിട്ട് ഫോം ചെയ്ത ഈ ഡിസ്ലൊക്കേഷൻ സെഗ്മെന്റ് വീണ്ടും പുതിയൊരു ഡിസ്ലൊക്കേഷൻ ലൂപ്പ് ഉണ്ടാക്കും. തൊട്ട് മുമ്പ് പറഞ്ഞ ആ പ്രോസസ്സിലൂടെ കടന്നുപോയിട്ട്. സോ എന്ത് ചെയ്യും? പുതിയ ഡിസ്ലൊക്കേഷൻസ് ഉണ്ടാവും. വീണ്ടും ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. അങ്ങനെ കണ്ടമാനം ഡിസ്ലൊക്കേഷൻസ് ആ പ്ലെയിനിൽ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് ഡിസ്ലൊക്കേഷൻസ് മൾട്ടിപ്ലൈ ആവുന്നത്. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് അവിടെ ഡീഫോർമേഷൻ നടക്കുന്നത്, സ്ലിപ്പിംഗ് നടക്കുന്നത് എന്ന് പറഞ്ഞു ആര്? ഫ്രാങ്ക് എന്ന് പറയുന്ന സയന്റിസ്റ്റ്. സോ ഇതാണെന്ത്? ഫ്രാങ്ക് റീഡ് സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഡിസ്ലൊക്കേഷൻസിന്റെ സോഴ്സ്. ഇങ്ങനെയാണ് ഡിസ്ലൊക്കേഷൻസ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഫ്രാങ്ക് റീഡ് സോഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് 3 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ അത് എന്ത് ചെയ്യും? 7 മാർക്കിനും ചോദിക്കാം. ഓക്കെ, 7 മാർക്കിനും ചോദിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിലും നിങ്ങൾ ആൻസർ ചെയ്യണം. അടുത്തത് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറയുമ്പോൾ ഇതും 3 മാർക്കിലേക്ക് ചോദിക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഡിസ്കസ് ദി സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്നാണ്. ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ, ഡിസ്ക്രൈബ് ദി വർക്കിംഗ് ഓഫ് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് അങ്ങനെയും ചോദിക്കാം. ഓക്കെ, സോ 3 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എപ്പോഴും 3 മാർക്കിന് തന്നെ ചോദിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, അതൊന്നല്ലെങ്കിൽ 7 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ 3 മാർക്കിന് ചോദിക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് 3 മാർക്കിന് ചോദിച്ചിരിക്കുന്നത്, പക്ഷെ നമ്മൾ 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ ആൻസർ ചെയ്യാൻ പോകണം. ഓക്കെ, സോ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നല്ല, ഒരു ഇംപ്രൂവ്ഡ് വേർഷൻ ഓഫ് നമ്മുടെ സാധാ മൈക്രോസ്കോപ്പ് ആണ്. ഓക്കെ, നമ്മുടെ മൈക്രോസ്കോപ്പ് ഉണ്ടല്ലോ, അതിന്റെ ഒരു ഇംപ്രൂവ്ഡ് വേർഷൻ ആണ്. ഒബ്ജക്ട്സിന്റെ അല്ലെങ്കിൽ മെറ്റീരിയൽസിന്റെ 3D ഇമേജ്, 3 ഡയമെൻഷണൽ ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത്. ഓക്കെ, 3D ഇമേജ്. ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. വർക്കിംഗ് പ്രിൻസിപ്പൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എന്ത് മെറ്റീരിയലിന്റെ 3D ഇമേജ് ആണോ എടുക്കേണ്ടത് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ആ മെറ്റീരിയലിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഹൈലി ആക്സിലറേറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസിന് എന്ത് ചെയ്യും? നമ്മൾ ഇംപ്ലിജന്റ് ചെയ്യിപ്പിക്കും. ഓക്കെ, കൊണ്ടിടിപ്പിക്കും. ഹൈലി ആക്സിലറേറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ആ മെറ്റീരിയലിലേക്ക് എന്ത് ചെയ്യും? കൊണ്ടിടിപ്പിക്കും. അങ്ങനെ മെറ്റീരിയലിലേക്ക് നമ്മൾ ഇലക്ട്രോൺസ് ഇങ്ങനെ കൊണ്ടിടിപ്പിക്കുമ്പോൾ ആ മെറ്റീരിയലിൽ നിന്ന് എന്ത് ചെയ്യും? കുറെ എക്സ്റേസ്, കുറെ സ്കാറ്റേർഡ് ഇലക്ട്രോൺസ്. ഓക്കെ, ആ മെറ്റീരിയലിൽ നിന്ന് തന്നെ കുറെ അതിന്റെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? പല ഡയറക്ഷനിൽ എന്ത് ചെയ്യും? ഇങ്ങനെ സ്കാറ്റർ ചെയ്യാൻ തുടങ്ങും, ചിതറും, പല ഡയറക്ഷനിലേക്ക് ഇങ്ങനെ ചിതറും. സോ ഇങ്ങനെ അവിടുന്ന് തെറിച്ചു പോകുന്ന മെറ്റീരിയലിലേക്ക് നമ്മൾ ഇലക്ട്രോൺസ് കൊണ്ട് ഇടിപ്പിക്കുന്നു. അപ്പൊ ആ മെറ്റീരിയലിന് എന്ത് ചെയ്യുന്നു? കുറെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? ഇങ്ങനെ സ്കാറ്റർ ചെയ്യുന്നു. ഈ സ്കാറ്റർ ചെയ്യുന്ന ഇലക്ട്രോൺസിന് എന്ത് ചെയ്യും? നമ്മളൊരു ഡിറ്റക്ടർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും? ഇലക്ട്രിക് ഡിറ്റക്ടർ ഉപയോഗിച്ചിട്ട് ചെയ്യും അതിനെ അങ്ങോട്ട് ഡിറ്റക്ട് ചെയ്യും. ഓക്കെ, അതിനെ അബ്സോർബ് ചെയ്യും, അല്ലെങ്കിൽ ഡിറ്റക്ട് ചെയ്യും. എന്നിട്ട് ഈ ഡിറ്റക്ടർ എന്ത് ചെയ്യും? ഈ വന്ന ആ ഇലക്ട്രോൺസിന്റെ പാത്തും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ അനലൈസ് ചെയ്തിട്ട് ആ വന്ന് ഇടിച്ച സർഫസിന്റെ ഒരു 3 ഡയമെൻഷണൽ ആയിട്ടുള്ള ഒരു ഇമേജ് എന്ത് ചെയ്യും? ഉണ്ടാക്കും. സോ ഇതാണ് അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സോ എന്താണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്? ഓക്കെ, when the accelerated primary electrons strike the sample, it produces secondary electrons. എന്താണ്? പ്രൈമറി ഇലക്ട്രോൺസ് ആ സാമ്പിളിൽ നമ്മൾ ഏത് മെറ്റീരിയലിന്റെ ഇമേജ് ആണ് എടുക്കേണ്ടത് അതിൽ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അത് സെക്കൻഡറി ഇലക്ട്രോൺസ് ഉണ്ടാക്കുന്നു. ഓക്കെ, ഇനി എന്ത് ചെയ്യും? ദീസ് സെക്കൻഡറി ഇലക്ട്രോൺസ് ആർ കളക്ടഡ് ബൈ എ പോസിറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺ ഡിറ്റക്ടർ. ഈ സെക്കൻഡറി ഇലക്ട്രോൺസിന് എന്ത് ചെയ്യുന്നു? ഒരു ഇലക്ട്രോൺ ഡിറ്റക്ടർ എന്ത് ചെയ്യുന്നു? ഡിറ്റക്ട് ചെയ്യുന്നു. വിച്ച് ഇൻ ടേൺ ഗീവ് എ 3 ഡയമെൻഷണൽ ഇമേജ് ഓഫ് ദി സാമ്പിൾ. ആ ഇലക്ട്രോൺ ഡിറ്റക്ടർ അത് ഡിറ്റക്ട് ചെയ്തിട്ട് അതിനെ അനലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? നമ്മുടെ സാമ്പിളിന്റെ ഒരു 3 ഡയമെൻഷണൽ ഇമേജ് ഉണ്ടാക്കുന്നു. ഓക്കെ, ഇതാണ് ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. What are the advantages of scanning electron microscope over the optical microscope? അതൊക്കെയാണ്
എ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഓൾസോ പ്രൊഡ്യൂസസ് ദി ഇമേജ് ഓഫ് ഹൈ റെസൊല്യൂഷൻ വിച്ച് മീൻസ് ദാറ്റ് ക്ലോസ്ലി സ്പേസ്ഡ് ഫീച്ചേഴ്സ് ക്യാൻ ബി എക്സാമിനഡ് അറ്റ് ഹൈ റെസൊല്യൂഷൻ. വെരി ഹൈ റെസൊല്യൂഷനിലുള്ള ഇമേജസ് ഉണ്ടാക്കാൻ ഈ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന് കഴിയും. വെരി ഹൈ റെസൊല്യൂഷനിലുള്ള ഇമേജ് ഉണ്ടാക്കാൻ, അതായത് നമുക്ക് വളരെ ഹൈ റെസൊല്യൂഷനിലുള്ള ഇമേജ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ ക്ലോസ്ലി സ്പേസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് ആ ഇമേജിലൂടെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും, അല്ലേ? സോ അതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. രണ്ടാമത്തെ എന്താണ്? ഈ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വഴി നമുക്ക് ഒരു സാമ്പിൾ ഒബ്സർവ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ സാമ്പിൾ പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും ആ സാമ്പിളിനെ ലിക്വിഡിൽ മുക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രിപ്പറേഷന്റെ ആവശ്യമില്ല. ഓൺലി നീഡ് ഈസ് എന്താണ്? അത് ഒരു കണ്ടക്ടർ ആവണം എന്നുള്ളതാണ്. ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന ഏത് മെറ്റീരിയലിനെയും വിത്തൗട്ട് എനി അഡീഷണൽ പ്രിപ്പറേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ നമുക്ക് ഈ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വെച്ചിട്ട് അതിന്റെ ഇമേജ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. Okay, so preparation of sample is relatively easy since most of the SEMs only require the sample to be more conductive. Okay, so ഇതാണ് ഇതിന്റെ സാലിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ഫിഗർ കൂടി പഠിച്ചേക്കാം. എന്തായാലും ഇവിടെ പോയതല്ലേ. എന്താണ് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്? അതിന്റെ നിങ്ങൾ ഈ ഫിഗർ മാത്രം പഠിച്ചാൽ മതി. 3 ഡയമെൻഷണൽ ഫിഗർ ഞാൻ എന്താ സംഭവം എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി മാത്രം ഇതിലിട്ടതാണ്. നിങ്ങൾക്ക് എക്സാമിന് എഴുതുമ്പോൾ ഈ 2 ഡയമെൻഷണൽ ഫിഗർ മാത്രം കൺസിഡർ ചെയ്താൽ മതി, ഇത് വരച്ചാൽ മതി. ഓക്കെ, സോ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറയുമ്പോൾ അതിന്റെ ഫസ്റ്റ് ഒരു കമ്പോണന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോൺ ഗൺ ആണ്. ഇലക്ട്രോൺ ഗൺ. സോ ഇലക്ട്രോൺ ഗൺ എന്ത് ചെയ്യുന്നു? ഇലക്ട്രോൺസിന് എന്ത് ചെയ്യുന്നു? ഇലക്ട്രോൺ ബീംസിന് എന്ത് ചെയ്യുന്നു? പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ഇലക്ട്രോൺ ബീംസിന് എന്ത് ചെയ്യുന്നു? ആനോഡ്. ആനോഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ആനോഡ് ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. ഇലക്ട്രോൺ ബീംസിന് എന്ത് ചെയ്യും? ആനോഡ് ഉപയോഗിച്ച് എന്ത് ചെയ്യും? ആക്സിലറേറ്റ് ചെയ്യും. ഈ ആക്സിലറേറ്റ് ചെയ്ത ഇലക്ട്രോൺസ് എങ്ങനെ പോകുന്നത് നോക്കിയേ? മാഗ്നറ്റിക് ലെൻസിലേക്ക് പോവാണ്, അല്ലേ? മാഗ്നറ്റിക് ലെൻസ്. ഈ ലെൻസ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആക്സിലറേറ്റ് ചെയ്ത് വരുന്ന ഇലക്ട്രോൺസിനെ നമ്മൾ എന്ത് ചെയ്യും? ഒരു പർട്ടിക്കുലർ ഏരിയ എന്താണ് സ്കാനിങ് കോയിലിന്റെ സെന്ററിലേക്ക് ഫോക്കസ് ചെയ്യും, ഫോക്കസ് ചെയ്യിപ്പിക്കും. അതിനെ സ്കാനിങ് കോയിലിന്റെ സെന്ററിലേക്ക് ഫോക്കസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പറയുന്ന മാഗ്നറ്റിക് ലെൻസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്തു? ഈ സ്കാനിങ് കോയിലിന്റെ സെന്ററിലേക്ക് എന്ത് ചെയ്തു? ഫോക്കസ് ചെയ്തു. ഈ സ്കാനിങ് കോയിലിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഡയറക്ഷനിൽ നമ്മുടെ ഇലക്ട്രോൺ ബീമിനെ ഡിഫ്ലക്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, നമുക്ക് ഏത് ഡയറക്ഷനിലാണോ നമ്മൾ ഇലക്ട്രോൺ ബീമിനെ ഡിഫ്ലക്ട് ചെയ്യിപ്പിക്കേണ്ടത് ആ ഡയറക്ഷനിൽ ഡിഫ്ലക്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? സ്കാനിങ് കോയിൽ ഉപയോഗിക്കുന്നു. ഓക്കെ, ദെൻ സ്കാനിങ് കോയിൽ നിന്ന് വരുന്നത് എങ്ങോട്ടൊക്കെ പോകുന്നത്? ഒബ്ജക്റ്റീവ് ലെൻസിലേക്കാണ്. ഒബ്ജക്റ്റീവ് ലെൻസ് എന്തിനാ ഉപയോഗിക്കുന്നത്? ഈ പറയുന്ന ഇലക്ട്രോൺ ബീമിനെ നമ്മുടെ ഒബ്ജക്റ്റിന്റെ ഏത് ഭാഗത്തേക്കാണ് ഫോക്കസ് ചെയ്യിപ്പിക്കേണ്ടത് ആ ഭാഗത്തേക്ക് ഫോക്കസ് ചെയ്യിപ്പിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? പറയുന്ന ഒബ്ജക്റ്റീവ് ലെൻസ് ഉപയോഗിക്കും. സോ വാട്ട് ആർ ദി കമ്പോണൻസ്? ഇലക്ട്രോൺ ഗൺ, ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. ആനോഡ് ഈ പ്രൊഡ്യൂസ് ചെയ്ത ഇലക്ട്രോൺസിനെ ആക്സിലറേറ്റ് ചെയ്യിപ്പിക്കും. മാഗ്നറ്റിക് ലെൻസ് ഈ ആക്സിലറേറ്റ് ചെയ്ത ഇലക്ട്രോൺസിനെ സ്കാനിങ് കോയിലിന്റെ സെന്ററിലേക്ക് എന്ത് ചെയ്യും? കൺവെർജ് ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യിപ്പിക്കും. സ്കാനിങ് കോയിൽ എന്തിനാണ്? ഈ ഇലക്ട്രോൺ ബീമിനെ നമുക്ക് പല ഡയറക്ഷനിലേക്ക് ഡിഫ്ലക്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. ദെൻ ഈ പറയുന്ന ഡിഫ്ലക്ട് ചെയ്ത ഇലക്ട്രോൺ ബീമിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒബ്ജക്റ്റീവ് ലെൻസ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും? നമ്മുടെ മെറ്റീരിയലിന്റെ ഏത് ഭാഗത്താണ് ഫോക്കസ് ചെയ്യിപ്പിക്കേണ്ടത് ആ ഭാഗത്തേക്ക് എന്ത് ചെയ്യും? ഫോക്കസ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഫോക്കസ് ചെയ്യിപ്പിച്ച് നമ്മൾ ഇതിലേക്ക് കൊണ്ട് ഇടിപ്പിക്കുന്ന ഈ ഇലക്ട്രോൺസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ആ ഇലക്ട്രോൺസ് അല്ലെ ആ സർഫസിലേക്ക് കൊണ്ട് ഇടിക്കുമ്പോൾ ആ സർഫസിൽ നിന്ന് എന്ത് ചെയ്യും? സെക്കൻഡറി ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യും, അല്ലെ? സെക്കൻഡറി ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ ബാക്ക് സ്കാറ്റേർഡ് ഇലക്ട്രോൺസ്, അതുപോലെ എക്സ്റേസ് ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് സെക്കൻഡറി ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു മാത്രം പറഞ്ഞാൽ മതി, ഇതെല്ലാം പറയേണ്ട ആവശ്യമില്ല. സോ ഇതെല്ലാം എന്ത് ചെയ്യും? ഒരു അനലൈസർ ആൻഡ് മോണിറ്റർ ഉപയോഗിച്ചിട്ട് അനലൈസ് ചെയ്തിട്ട് ഈ പറയുന്ന 3D ഇമേജ് ഉണ്ടാക്കും. ഓക്കെ, കുഴപ്പമില്ലല്ലോ. സോ അതിന്റെ സിമ്പിൾ ആയിട്ടുള്ള സ്കീമാറ്റിക് ഡയഗ്രം വരച്ചിരിക്കുന്നത് ഇലക്ട്രോൺ സോഴ്സ്, ആനോഡ്, കണ്ടൻസർ ലെൻസ്, സ്കാനിങ് കോയിൽസ്, ഒബ്ജക്റ്റീവ് ലെൻസ് ആൻഡ് സാമ്പിൾ. സാമ്പിളിൽ നിന്ന് വരുന്ന ഇലക്ട്രോൺസിന് എന്ത് ചെയ്യും? സെക്കൻഡറി ഇലക്ട്രോൺസിന് എന്ത് ചെയ്യും? ഒരു ഡിറ്റക്ടർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും? ഡിറ്റക്ട് ചെയ്യും. ഓക്കെ അല്ലേ? കുഴപ്പമില്ലല്ലോ. സോ ഇതാണ് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഇത് 7 മാർക്കിനകത്ത് ചോദിക്കാം. ചിലപ്പോൾ 3 മാർക്കിനായിരിക്കും ഫീച്ചേഴ്സ് എന്തൊക്കെയാന്നുള്ളത്. ചിലപ്പോൾ കമ്പയർ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വിത്ത് ദി അതർ മൈക്രോസ്കോപ്പ് അങ്ങനെയൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ സെക്കൻഡ് മൊഡ്യൂളിൽ നിന്ന് എസ് എ പാർട്ടിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ എക്സ്റേ ഡിഫ്രാക്ഷൻ ടെക്നിക് ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ ഡിറ്റർമിനേഷൻ ഓഫ് ക്രിസ്റ്റൽ സ്ട്രക്ചർ. എക്സ്റേ ഡിഫ്രാക്ഷൻ ടെക്നിക് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ക്രിസ്റ്റൽ സ്ട്രക്ചർ നമ്മൾ കണ്ടുപിടിക്കുന്നത്? 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്.
ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്ന ഭാഗത്തുനിന്നുള്ള പ്രോബ്ലം ആണ്. ഡിഫ്യൂഷൻ. ഓക്കെ, പ്രോബ്ലം എന്താണെന്നോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് വായിക്കാം. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 14ാമത്തെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലൈൻ ഡിഫക്ട്സ് ഒക്കർ ഇൻ ക്രിസ്റ്റൽസ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലൈൻ ഡിഫക്റ്റിനെ പറ്റിയിട്ട് ഷോർട്ട് നോട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? എക്സ്പ്ലെയിൻ അൺസ്റ്റഡി സ്റ്റേറ്റ് ഡിഫ്യൂഷൻ. അൺസ്റ്റഡി സ്റ്റേറ്റ് ഡിഫ്യൂഷൻ എന്താണ്? ഡിറൈവ് ദി ഇക്വേഷൻ ഫോർ ഫിക്സ് സെക്കൻഡ് ലോ. ഫിക്സിന്റെ സെക്കൻഡ് ലോ ഡിറൈവ് ചെയ്യുക. ഓക്കെ, സോ ഇതൊക്കെ എല്ലാ എക്സാമിനും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, എന്താണ്? ഫിക്സിന്റെ സെക്കൻഡ് ലോ ഡിറൈവ് ചെയ്യുക. വാട്ട് ഈസ് ദി റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദി ലൈൻ ഡിഫക്ട്സ്. ഓക്കെ, അതുപോലെ തന്നെ എക്സ്റേ ഡിഫ്രാക്ഷൻ ടെക്നിക്. ഇപ്പോഴും എല്ലാ എക്സാമിനും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പ്രോബ്ലം ചിലപ്പോൾ ചോദിക്കാതിരിക്കാം, ഡിപ്പെൻസ്, പറയാൻ പറ്റില്ല. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണെന്ന് നോക്കാം. എന്താണ്? ഹൗ എക്സ്റേ ഡിഫ്രാക്ഷൻ ടെക്നിക് ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ ഡിറ്റർമിനേഷൻ ഓഫ് ക്രിസ്റ്റൽ സ്ട്രക്ചർ. എങ്ങനെയാണ് ഈ എക്സ്റേ ഡിഫ്രാക്ഷൻ ടെക്നിക് ഉപയോഗിച്ചിട്ട് നമ്മൾ ക്രിസ്റ്റൽ സ്ട്രക്ചർ ഡിറ്റർമിൻ ചെയ്യുന്നത്? ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ അതിനു മുമ്പ് എന്താണ് ഡിഫ്രാക്ഷൻ? എന്താണ് ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാലാണ് നമുക്ക് എക്സ്റേ ഡിഫ്രാക്ഷൻ എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ. ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഷാർപ്പ് ഒബ്സ്റ്റക്കിൾസിൽ തട്ടി നമ്മുടെ ലൈറ്റ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേവ്, ഓക്കെ, ഒരു വേവ് ഷാർപ്പ് ഒബ്സ്റ്റക്കിൾസിൽ തട്ടിയിട്ട് അതിന്റെ പാത്ത് ബെൻഡാകുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്നവരാണ് എന്ത്? ഡിഫ്രാക്ഷൻ. ഷാർപ്പ് ഒബ്സ്റ്റക്കിൾസിൽ തട്ടി ലൈറ്റ് ബെൻഡാകുന്ന പ്രോസസ്സിനെ വിളിക്കുന്നവരാണ് ഡിഫ്രാക്ഷൻ. എന്താണ് റിഫ്രാക്ഷൻ? റിഫ്രാക്ഷൻ എന്താണ്? ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ അതിന്റെ പാത്ത് ബെൻഡ് ആവുന്ന പ്രോസസ്സിനെ വിളിക്കുന്നതാണ് റിഫ്രാക്ഷൻ. ഇതെന്താണ്? ഡിഫ്രാക്ഷൻ. ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഷാർപ്പ് ഒബ്സ്റ്റക്കിൾസിൽ തട്ടിയിട്ട് നമ്മുടെ ലൈറ്റ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വേവ് ബെൻഡ് ആവുന്ന പ്രോസസ്സാണ്. ചുമ്മാ അങ്ങനെ ബെൻഡ് ആവില്ല. എന്താണ്? ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ്? ആ വേവിന്റെ വേവ് ലെങ്ത്, ഓക്കെ, വരുന്ന വേവിന്റെ അല്ലെങ്കിൽ ലൈറ്റിന്റെ വേവ് ലെങ്ത് ഷുഡ് ബി കമ്പയറബിൾ ഇൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി regularly spaced obstacles that have spacings that are comparable in magnitude of the wavelength. അതായത് ഈ ഒബ്സ്റ്റക്കിൾസിന്റെ സൈസ് എന്ന് പറയുന്നത്, ഒബ്സ്റ്റക്കിൾസിന്റെ ഈ തടസ്സം നേരിടുന്ന ഏതിൽ തട്ടിയാണ് ബെൻഡാവുന്നത് അതിന്റെ സൈസ് എന്ന് പറയുന്നത് എന്താണ്? ഈ വന്നിരിക്കുന്ന ലൈറ്റിന്റെ വേവ് ലെങ്ത്തിനോട് കമ്പയറബിൾ ആയിരിക്കണം. അതായത് വേവ് ലെങ്ത് എത്രയാണോ അതിനോട് ഈക്വൽ ആയിരിക്കണം. അതായത് ഇപ്പോൾ ഒരു ലൈറ്റിന്റെ വേവ് ലെങ്ത് സപ്പോസ് 0.0001 മീറ്റർ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, 0.0001 മീറ്റർ എന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു 0.0001 സൈസ് ഉള്ള ഒരു ഒബ്സ്റ്റക്കിൾ ആ ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ലൈറ്റ് പോകുന്ന പാസേജിൽ ഉണ്ട് എങ്കിൽ അതിൽ തട്ടിയിട്ട് എന്ത് ചെയ്യും? നമ്മുടെ ലൈറ്റ് എന്ത് ചെയ്യും? ബെൻഡാവും. സോ അതിന് നമ്മളെന്ന് പറയുന്നത് ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. സോ ഡിഫ്രാക്ഷൻ സംഭവിക്കണമെങ്കിൽ എന്താണ്? വേവ് ലെങ്ത്തും സൈസ് ഓഫ് ദി ഒബ്സ്റ്റക്കിൾ എന്തായിരിക്കണം? കമ്പയറബിൾ ആയിരിക്കണം, ഏകദേശം ഒരേപോലെ ആയിരിക്കണം, ഒരേ വാല്യൂ ആയിരിക്കണം. ഓക്കെ, സോ അതാണ് ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് എക്സ്റേ ഡിഫ്രാക്ഷൻ ആൻഡ് ബ്രാഗ്സ് ലോ? എക്സ്റേ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ എക്സ്റേക്ക് ഒരു പ്രത്യേകതയുണ്ട്. എക്സ്റേയുടെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ ആറ്റങ്ങളുടെ സൈസിനോട് ഏകദേശം ഈക്വലാണ്. ഓക്കെ, ആറ്റോമിക് സൈസിനോട് ഈക്വലാണ് എക്സ്റേയുടെ വേവ് ലെങ്ത്. സോ അതുകൊണ്ടുള്ള ഉപയോഗം എന്താണ്? ഈ എക്സ്റേസ് ആറ്റങ്ങളിലേക്ക് കൊണ്ട് ഇടിപ്പിച്ചു കഴിഞ്ഞാൽ എക്സ്റേ എന്ത് ചെയ്യും? ഡിഫ്രാക്ട് ചെയ്യും. ബിക്കോസ് എക്സ്റേയുടെ വേവ് ലെങ്ത് എന്താണ്? ആറ്റങ്ങളുടെ സൈസിനോട് ഈക്വൽ ആണ്. സോ എക്സ്റേസ് നമ്മൾ ആറ്റങ്ങളെ കൊണ്ട് ഇടിപ്പിച്ചു കഴിഞ്ഞാൽ എക്സ്റേ എന്ത് ചെയ്യും? ഡിഫ്രാക്ട് ചെയ്യും. സോ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ക്രിസ്റ്റൽ സ്ട്രക്ചർ കണ്ടുപിടിക്കാൻ പറ്റും. അത് എങ്ങനെയാണെന്ന് നോക്കുന്നത്. ഓക്കെ, സോ അതിനുവേണ്ടി സപ്പോസ് നമ്മുടെ കയ്യിൽ ഒരു മെറ്റീരിയൽ ഉണ്ടെന്ന് വിചാരിക്കാം. ഇതൊരു മെറ്റീരിയലാണ്. സോ ആ മെറ്റീരിയലിന്റെ 2 ലെയർ ഓഫ് ആറ്റംസ് ആയി കാണിച്ചിരിക്കുന്നത്. ഒരു ആറ്റത്തിന്റെ ഒരു പ്ലെയിൻ ഇതാണ്, അടുത്ത പ്ലെയിനുള്ള ആറ്റങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഈ 2 ആറ്റങ്ങളുടെ പ്ലെയിനുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് അതിന് നമ്മൾ എന്ത് പറയും? ഇന്റർ പ്ലാനർ ഡിസ്റ്റൻസ് എന്ന് പറയും, DHKL. ഓക്കെ, 2 പ്ലെയിനുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്? DHKL. ഈ പ്ലെയിനിലെ ആറ്റം തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് DHKL. ഓക്കെ, സപ്പോസ് ഒരു എക്സ്റേ. ഓക്കെ, എക്സ്റേ അതുപോലെ വേറൊരു എക്സ്റേ. ഇത് രണ്ടും എന്താണ്? വേവാണ് അല്ലേ? 2 എക്സ്റേ വേവ്സ് നമ്മൾ 2 കൺസിഡർ ചെയ്യുന്നുള്ളൂ. നമ്മളൊരു എക്സ്റേ അടുപ്പിച്ച് കഴിഞ്ഞാൽ എന്താണ്? മില്യൺസ് ഓഫ് വേവ്സ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും അല്ലേ? അപ്പൊ നമ്മൾ 2 എക്സ്റേ വേവ്സ് കൺസിഡർ ചെയ്യാണ്. സപ്പോസ് 2 എക്സ്റേ വേവ്സ്
ഈ പറയുന്ന മെറ്റീരിയൽ, ഇതൊരു മെറ്റീരിയലാണ്, ആ മെറ്റീരിയലിന്റെ ആറ്റങ്ങളാണ് കാണിച്ചിരിക്കുന്നത്, മെറ്റീരിയലിലേക്ക് കൊണ്ട് ഇടിക്കുകയാണ്. സപ്പോസ് ഒരു എക്സ്റേ ഈ ആറ്റത്തിലേക്ക് കൊണ്ട് ഇടിക്കുകയാണ്, വേറൊരു എക്സ്റേ എന്താണ് ഈ ആറ്റത്തിലേക്ക് കൊണ്ട് ഇടിക്കുകയാണ്. ഓക്കെ ഓക്കെ ഇടിച്ചു കഴിഞ്ഞിട്ട് ഇതെന്ത് ചെയ്യാണ്? ഡിഫ്രാക്ട് ചെയ്യാണ്. ഒന്നാമത്തെ എക്സ്റേ ഈ രീതിയിൽ ഡിഫ്രാക്ട് ചെയ്യുന്നു, രണ്ടാമത്തെ എക്സ്റേ ഈ രീതിയിൽ എന്ത് ചെയ്യുന്നു? ഡിഫ്രാക്ട് ചെയ്യുന്നു. ഓക്കെ, സോ രണ്ട് എക്സ്റേ വേവ്സ് വരുന്നു, രണ്ട് ആറ്റങ്ങൾ കൊണ്ടിടിക്കുന്നു. സിൻസ് ദി വേവ് ലെങ്ത് ഓഫ് ദി എക്സ്റേസ് ആർ കമ്പയറബിൾ വിത്ത് ദി സൈസ് ഓഫ് ദി ആറ്റംസ്, ഇതെന്ത് ചെയ്യുന്നു? ഡിഫ്രാക്ട് ചെയ്യുന്നു. ഡിഫ്രാക്ട് ചെയ്ത് പോകുന്ന എക്സ്റേസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഫിഗർ ക്ലിയർ ആണല്ലോ? ഫിഗറിൽ വേറെ കൺഫ്യൂഷൻ ഒന്നുമില്ല. ഇനി എന്താ നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് വേവ്സ് ഉണ്ടല്ലോ, ഈ രണ്ട് വേവ്സ് കൊണ്ടടിക്കുന്നു, ഡിഫ്രാക്ട് ചെയ്യുന്നു. ഡിഫ്രാക്ട് ചെയ്ത ശേഷം ഈ ഡിഫ്രാക്റ്റഡ് ബീം എന്ത് ചെയ്യുന്നു? ഇന്റർഫിയർ ചെയ്യും. അതായത് കൂടിച്ചേരുമല്ലോ, അത് തമ്മിൽ കൂടിച്ചേരും. ഡിഫ്രാക്റ്റഡ് വേവ്സ് എന്ത് ചെയ്യും? കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ അവിടെ ഒന്നല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് എടുക്കാം, കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് എടുക്കാം, ഇന്റർഫറൻസ്, അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് എടുക്കാം, ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്. ഒന്നല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് എടുക്കും, അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് എടുക്കും. എന്താണ് ഈ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസും അതുപോലെ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്ലസ് 2 പഠിച്ചിട്ടുള്ളതാണ്. എന്താണ്? സപ്പോസ് നമ്മുടെ കയ്യിൽ ഒരു വേവ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഒന്നാമത്തെ വേവ്, നമ്മുടെ കയ്യിൽ വേറെ രണ്ടാമതൊരു വേവ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ദെൻ ഇത് തമ്മിൽ ഇന്റർഫിയർ ചെയ്ത് കഴിഞ്ഞാൽ, സൂപ്പർ ഇമ്പോസ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവിടെ നോക്കിയേ, ഒന്നാമത്തെ വേവിന്റെ ക്രസ്റ്റും രണ്ടാമത്തെ വേവിന്റെ ക്രസ്റ്റും മീറ്റ് ചെയ്യുക, ഒന്നാമത്തെ വേവിന്റെ ട്രഫും രണ്ടാമത്തെ വേവിന്റെ ട്രഫും മീറ്റ് ചെയ്യുക. എന്ത് ചെയ്യും? ഇത് അടപ്പാവും അല്ലേ? അപ്പൊ നമുക്ക് വലിയൊരു വേവ് കിട്ടും. ശരിയല്ലേ? സോ ഈ രീതിയിൽ ഇന്റർഫിയർ ആവുന്നതിന് നമ്മൾ എന്ത് പറയുന്നത്? കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് എന്ന് പറയുന്നത്. സിമിലർലി ഒന്നാമത്തിന്റെ ക്രസ്റ്റ് രണ്ടാമത്തിന്റെ ട്രഫുമായിട്ട് മീറ്റ് ചെയ്താലോ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് എടുക്കും. സോ ഞാൻ പറഞ്ഞൊന്നും വേറെ ഒന്നുമല്ല, ഇവിടുന്ന് ഇങ്ങനെ എമർജ് ചെയ്ത് പോകുന്ന ഈ ഡിഫ്രാക്റ്റഡ് ബീംസ് തമ്മിൽ ഇന്റർഫിയർ ആവും. ഓക്കെ, ആ ഇന്റർഫിയർ ആവുന്ന ഒന്നല്ലേ കൺസ്ട്രക്റ്റീവ് ആവും, അല്ലെങ്കിൽ എന്താണ്? ഡിസ്ട്രക്റ്റീവ് ആവും. ഓക്കെ, നമ്മൾ ഈ ഇൻസിഡന്റ് ചെയ്യിപ്പിക്കുന്ന ആംഗിൾ വേരി ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് കിട്ടുന്ന രീതിയിലേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ ഇൻസിഡന്റ് ചെയ്യുന്ന ആംഗിൾ വേരി ചെയ്യിപ്പിച്ചു, ഒരു പർട്ടിക്കുലർ ആംഗിൾ ഇൻസിഡന്റ് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്ന ഈ ഡിഫ്രാക്റ്റഡ് ബീംസ് എന്ത് ചെയ്യുന്നു? ഇന്റർഫിയർ ചെയ്യുന്നു, കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് നടക്കുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ അതാണ് നോക്കാനുള്ളത്. അതായത് രണ്ട് ഡിഫ്രാക്റ്റഡ് ആയിട്ടുള്ള ഈ പറയുന്ന രണ്ട് എക്സ്റേസ് എന്ത് സംഭവിക്കുന്നു? അതിന് കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് സംഭവിക്കുന്നു. ഇങ്ങനെ രണ്ട് ഡിഫ്രാക്റ്റഡ് ആയിട്ടുള്ള വേവ്സ് കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് സംഭവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് സംഭവിക്കണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. കണ്ടീഷൻ എന്താണെന്ന് അറിയാമോ? കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, പാത്ത് ഡിഫറൻസ്, രണ്ട് വേവ്സ് തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് എന്തായിരിക്കണം? പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് ഈസ് എ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് വേവ് ലെങ്ത് ആയിരിക്കണം. അതായത് രണ്ട് വേവുകൾ തമ്മിൽ കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് നടക്കണമെങ്കിൽ ആ രണ്ട് വേവുകൾ തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് ഈസ് എ അല്ലെങ്കിൽ വിൽ ബി അല്ലെങ്കിൽ മസ്റ്റ് ബി ദി ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് എന്ത്? വേവ് ലെങ്ത് ആയിരിക്കണം. സോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇവിടുത്തെ പാത്ത് ഡിഫറൻസ് ഈസ് ഈക്വൽ ടു n ലാംഡ എന്ന് എഴുതാൻ പറ്റും. ഇനി ഇവിടുത്തെ പാത്ത് ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കുക? സപ്പോസ് നോക്കി, ഒന്നാമത്തെ വേവ് വരുന്നു, ആറ്റത്തിലിടിക്കുന്നു, പോകുന്നു. രണ്ടാമത്തെ വേവ് വരുന്നു, ഇവിടം വരെ എന്താണ്? രണ്ടും ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് സെയിം ആണ്. ശരിയല്ലേ? പിന്നെ ഇത് എക്സ്ട്രാ ഇത്രയും ട്രാവൽ ചെയ്യുന്നുണ്ട്. എത്രയാ? SQ. ശരിയല്ലേ? രണ്ടാമത്തെ വേവ് എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് എന്ത് ചെയ്യുന്നു? മുളകുക. അപ്പൊ ഒന്നാമത്തെ വേവ് ഇവിടുന്ന് എന്ത് ചെയ്യുന്നു? മുകളിലേക്ക് ഡിഫ്രാക്ട് ചെയ്ത് പോകുന്നു. എന്നാൽ രണ്ടാമത്തെ വേവ് വന്ന് ഇടിച്ചിട്ടുള്ളൂ. രണ്ടാമത്തെ വേവ് പിന്നെ ഇത്രയും ട്രാവൽ ചെയ്ത ശേഷമാണ് ഈ ലെങ്ത്തിനോട് തുല്യമാവുള്ളൂ. സോ വാട്ട് ഈസ് ദി പാത്ത് ഡിഫറൻസ്? അല്ലെങ്കിൽ രണ്ടാമത്തെ ഈ പറയുന്ന താഴെയുള്ള ഈ വേവ് എന്തുമാത്രം എക്സ്ട്രാ മൂവ് ചെയ്തു? SQ പ്ലസ് QT അല്ലേ? SQ പ്ലസ് QT. ഒന്നാമത്തേനേക്കാൾ SQ പ്ലസ് QT അത്രയും പാത്ത് എന്ത് ചെയ്തു? രണ്ടാമത്തെ ആ വേവ് മൂവ് ചെയ്തു. സോ പാത്ത് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? SQ പ്ലസ് QT ആണ്. ഞാൻ സേവ് ചെയ്താം. പാത്ത് ഡിഫറൻസ് ഈസ് ഈക്വൽ ടു, പാത്ത് ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SQ
പ്ലസ് ക്യൂ ടി ആണ്. സോ എസ് ക്യൂ പ്ലസ് ക്യൂ ടി ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എൻ ലാംഡ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, കാരണം എന്താണ്? കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടക്കണമെങ്കിൽ പാത്ത് ഡിഫറൻസ് എന്തായിരിക്കണം? നമ്മുടെ വേവ് ലെങ്ത്തിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഓക്കെ, ഇനി നമ്മൾ എസ് ക്യൂ ക്യൂ ടി ഇതിന് നമ്മൾ വേറെ ഇക്വേഷൻ എഴുതാൻ പോകണം. നോക്കിയേ, എസ് ക്യൂ എന്ന് പറയുന്നത് എന്താണ്? ഈ ഡിസ്റ്റൻസ് ആണ് അല്ലെ? എസ് ക്യൂ എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് ആണ്. ഈ ആംഗിൾ എത്രയാണ്? തീറ്റയാണ് അല്ലെ? ഈ ഡിസ്റ്റൻസ് എന്താണ്? ഡി എച്ച് കെ എൽ അല്ലെ? രണ്ട് പ്ലെയിനുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. സോ ശ്രദ്ധിക്കുക, എന്താണ്? ഈ ആംഗിൾ തീറ്റയാണ് എങ്കിൽ ഈ ഡിസ്റ്റൻസ് ഡി എച്ച് കെ എൽ ആണെങ്കിൽ ഈ തീറ്റ എന്ന ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ സൈഡ് എന്തായിരിക്കും? ഡി എച്ച് കെ എൽ സൈൻ തീറ്റ ആയിരിക്കും അല്ലേ? ഡി എച്ച് കെ എൽ സൈൻ തീറ്റ പ്ലസ് ക്യൂ ടി എന്ന് പറയുന്നത് നോക്കിയേ, ക്യൂ ടി എന്ന് പറഞ്ഞാൽ എന്താണ്? അതും എന്താണ്? ഡി എച്ച് കെ എൽ സൈൻ തീറ്റ. കാരണം എന്താ? ഈ ആംഗിൾ തീറ്റയാണ് അല്ലെ? ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ സൈഡ് എന്തായിരിക്കും? ഡി എച്ച് കെ എൽ സൈൻ തീറ്റ. സോ ഡി എച്ച് കെ എൽ സൈൻ തീറ്റ ഈസിക്കൽ ടു എൻ ലാംഡ എന്ന് എഴുതാൻ പാടില്ലേ? അല്ലെങ്കിൽ 2 ഇൻറ്റു ഡി എച്ച് കെ എൽ സൈൻ തീറ്റ ഈക്വൽ ടു എൻ ലാംഡ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ നോക്കി ഈ ക്വസ്റ്റ്യൻ നോക്കി, നമുക്ക് എക്സ്റേ ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ എക്സ്റേയുടെ വേവ് ലെങ്ത് നമുക്ക് അറിയാം, ഓൾറെഡി അറിയാവുന്നതാണ് അല്ലെ? തീറ്റ എന്ന് പറയുന്നത് നമ്മൾ ഏത് ഡയറക്ഷനിലാണ് എക്സ്റേ കൊണ്ട് ഇടിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അത് നമ്മളാ കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പൊ ഏത് ആംഗിളിലാണ് ഇടിപ്പിക്കുന്നത് എന്ന് നമുക്ക് അറിയാൻ പറ്റും അല്ലെ? നമുക്കറിയാം. സോ ലാംഡ അറിയാം, നമുക്ക് തീറ്റയുടെ വാല്യൂ അറിയാം. നമുക്ക് ഈ പറയുന്ന ഡി എച്ച് കെ എൽ കണ്ടുപിടിക്കാൻ പാടില്ലേ? രണ്ട് പ്ലെയിനുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പാടില്ലേ? ശരിയല്ലേ? സോ ഇങ്ങനെ ഈ രണ്ട് പ്ലെയിനുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ക്രിസ്റ്റൽ സ്ട്രക്ചർ മെഷർ ചെയ്യാൻ പറ്റത്തില്ലേ? ഓക്കെ, സോ ഈ രീതിയിലാണ് നമ്മൾ ഈ എക്സ്റേ ഡിഫ്രാക്ഷൻ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഏത് മെറ്റീരിയലിന്റെയും ക്രിസ്റ്റൽ സ്ട്രക്ചർ മെഷർ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഈ രണ്ട് പ്ലെയിൻ ഓഫ് ആറ്റംസ് തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് കണ്ടെത്തിയിട്ട്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. സോ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത്ര എഴുതി വെച്ചാൽ മതി. ഫിഗർ വരയ്ക്കണം, എക്സ്പ്ലെയിൻ ചെയ്യണം. ഞാൻ എക്സ്പ്ലനേഷൻ അവിടെ നമ്മുടെ PPT തന്നെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഈ പറഞ്ഞതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. നൗ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചാപ്റ്റർ 2 നിന്ന് 10 മാർക്കിന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ആക്ച്വലി 10 മാർക്കിന്റെ അത്രയും സ്റ്റെപ്പ് ഇല്ല, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ക്വസ്റ്റ്യൻ നിങ്ങൾ ഫെമിലിയർ ആയിരിക്കില്ല, മിക്കവാറും കോളേജ് ചെയ്യിപ്പിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും വിടുമായിരിക്കും. നോക്കാം. എ ഹാർഡനിങ് പ്രോസസ് ഈസ് പെർഫോംഡ് അറ്റ് 1000 degree Celsius ഓൺ ആൻ അയൺ കാർബൺ അലോയ്. ഒരു അയൺ കാർബൺ അലോയ് അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? 1000 degree Celsius വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഒരു ഹാർഡനിങ് പ്രോസസ് ചെയ്യാണ്. ദി ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ദി കാർബൺ ഇൻ ദി അലോയ് ഈസ് 0.20 വെയിറ്റ് പെർസെൻറ്റേജ് കാർബൺ. അതായത് ഇനീഷ്യലി നമുക്ക് 0.20 വെയിറ്റ് പെർസെൻറ്റേജ് കാർബൺ ആണ് നമുക്ക് ഉണ്ടായിരുന്നത്. ഓക്കെ, ദെൻ ദി സർഫസ് കോൺസെൻട്രേഷൻ ഈസ് ടു ബി മെയിൻറ്റൈൻഡ് അറ്റ് 1.30 വെയിറ്റ് പെർസെൻറ്റേജ് ഓഫ് കാർബൺ. സർഫസ് കോൺസെൻട്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് 1.30 വെയിറ്റ് പെർസെൻറ്റേജ് കാർബൺ ആണ്. സർഫസിൽ ഇത്രയും എമൗണ്ട് ഓഫ് കാർബൺ ഉണ്ടാവണം. ഇനീഷ്യലി 0.20 വെയിറ്റ് പെർസെൻറ്റേജ് കാർബൺ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്താണ്? 1.30 വെയിറ്റ് പെർസെൻറ്റേജ് കാർബൺ ഉണ്ടാവണം സർഫസിൽ. ഡിറ്റർമൈൻ ദി കാർബറൈസിംഗ് ടൈം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നീഡഡ് ടു അച്ചീവ് എ കാർബൺ കോൺസെൻട്രേഷൻ ഓഫ് 0.45 വെയിറ്റ് പെർസെൻറ്റേജ് അറ്റ് എ പൊസിഷൻ ഓഫ് 2 mm. എന്താണ്? 2 mm ഡെപ്തില് സർഫസിൽ നിന്ന് 2 mm ഡെപ്തില് 0.45 വെയിറ്റ് പെർസെൻറ്റേജ് കാർബൺ കോൺസെൻട്രേഷൻ ഉണ്ടാവണം. അത്രയും കോൺസെൻട്രേഷൻ ഉണ്ടാവാൻ നമുക്ക് എന്തുമാത്രം കാർബറൈസിംഗ് ടൈം ആവശ്യമാണ്? എന്തുമാത്രം ടൈം നമ്മൾ എന്ത് ചെയ്യണം? കാർബറൈസ് ചെയ്യണം. അസ്യൂം ദി എറർ ഫംഗ്ഷൻ വാല്യൂ ആസ് Z ആസ് 0.85. എറർ ഫംഗ്ഷന്റെ വാല്യൂ Z 0.85 ആയിട്ട് അസ്യൂം ചെയ്യാൻ പറഞ്ഞേക്കാണ്. ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് പ്രീ എക്സ്പോണൻഷ്യൽ ഓഫ് ഡിഫ്യൂഷൻ ഈസ് 2.5 × 10⁻⁻⁵. എന്താണ്? ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് പ്രീ എക്സ്പോണൻഷ്യൽ ഓഫ് ഡിഫ്യൂഷൻ അതാ D0. നമ്മൾ D0 എന്ന് പറയുന്നത്. ഓക്കെ, D0യുടെ വാല്യൂ വന്നേക്കാണ് 2.3 × 10⁻⁵ m²/s. ആൻഡ് ആക്ടിവേഷൻ എനർജി QD, ആക്ടിവേഷൻ എനർജി വാല്യൂ വന്നേക്കാണ് എത്രയാണ്? 148 kJ/mol. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്.
അപ്പൊ നമുക്ക് എറർ ഫംഗ്ഷന്റെ വാല്യൂ തന്നേണ്ട ക്വസ്റ്റ്യനില് എറർ ഫംഗ്ഷൻ ഇസഡ് ഈസിക്കൽ എന്താണ് 0.85 ആണ് 0.85. ഈ എറർ ഫംഗ്ഷന്റെ ആക്ച്വൽ ഇക്വേഷൻ എന്താണ് x/2 ഇൻറ്റു റൂട്ട് ഡി ടി ആണ് അല്ലെ x/2 ഇൻറ്റു റൂട്ട് ഡി ടി. സോ x/2 ഇൻറ്റു റൂട്ട് ഡി ടി നമുക്ക് തന്നിരിക്കുന്നത് എന്താണ് 0.85. ഓക്കെ, ഇതിൽ ഡി എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്തുമാത്രം ഡെപ്ത് ആണ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത്. ഇവിടെ 2mm ആണ്. ഡി എന്ന് പറഞ്ഞാൽ ഡിഫ്യൂഷൻ കോയിഫിഷ്യന്റ് ആണ്. ടി എന്ന് പറഞ്ഞാൽ എന്താണ് ടൈമാണ്. ഓക്കെ, സോ എറർ ഫംഗ്ഷന്റെ വാല്യൂ തന്നേക്കാണ് 0.85 ഡയറക്റ്റ് തന്നേക്ക ക്വസ്റ്റ്യനില്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ എളുപ്പമായി. സോ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എക്സിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, ശരിയല്ലേ? എക്സിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. നമുക്ക് ഡി ടിയുടെ വാല്യൂ കാണാൻ പാടില്ലേ? ഡി ഇൻറ്റു ടി ഈക്വൽ ടു ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 7.225 × 10⁻⁷ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഡിയുടെ വാല്യൂ കിട്ടി, ഡി ഇൻറ്റു ടി എന്ന് കിട്ടി. ഇനി ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറഞ്ഞ ഡി ഡിഫ്യൂഷൻ കോയിഫിഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ d0 എന്ന് പറഞ്ഞാൽ എന്താണ്? ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് പ്രീ എക്സ്പോണൻഷ്യൽ ഓഫ് ദി ഡിഫ്യൂഷൻ. d0 ഇൻറ്റു എക്സ്പോണൻഷ്യൽ ഓഫ് -QD/RT ആണ്. ഓക്കെ, QD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിവേഷൻ എനർജി തന്നിട്ടുണ്ട്, R ഗ്യാസ് കോൺസ്റ്റന്റ്, T എന്നാണ് ടെമ്പറേച്ചർ അല്ലെ? സോ നമുക്ക് ഇതിൽ നിന്ന് ഡിയുടെ ഇക്വേഷൻ കാണാൻ പറ്റും. d d0 ഇൻറ്റു എക്സ്പോണൻഷ്യൽ ഓഫ് -QD/RT ആണ്. ഓക്കെ, സോ d ഇൻറ്റു ടി എന്തായിരിക്കും? d ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈമാണ്. d ഇൻറ്റു ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റൻ എന്ത് ചെയ്യാം? നമ്മൾ ടി വെച്ച് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. സോ d ഇൻറ്റു ടി ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇനി d ഇൻറ്റു ടിയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം. എത്രയാണ്? 7.225 × 10⁻⁷ അല്ലെ? സോ ഡി ടിയുടെ വാല്യൂ നമുക്ക് അറിയാം. ഡി ടിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. d0യുടെ വാല്യൂ നമുക്ക് അറിയാൻ പാടില്ല. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എത്രയാണ്? ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് പ്രീ എക്സ്പോണൻഷ്യൽ ഓഫ് ദി ഡിഫ്യൂഷൻ 2.3 × 10⁻⁵ തന്നിട്ടുണ്ട്. QD ആക്ടിവേഷൻ എനർജിയുടെ വാല്യൂ എന്താണ്? 1.148 kJ/mol. RT ഗ്യാസ് കോൺസ്റ്റന്റ് അറിയാം, T ടെമ്പറേച്ചർ അറിയാം. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൈം കിട്ടും. എത്രയാണ്? 37,407 സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, സോ ഡിഫ്യൂഷനിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ഒരു പ്രോബ്ലം ആണ്. സോ യൂഷ്വലി ചോദിക്കാറില്ല. എറർ ഫംഗ്ഷന്റെ വാല്യൂ നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. തന്നിട്ടില്ല എങ്കിൽ നമുക്ക് വേറെ ഇക്വേഷൻ വെച്ച് ചെയ്യേണ്ടി വരും. ഓക്കെ, കുഴപ്പമില്ലല്ലോ. സോ ഇതാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ചോദിച്ചിരിക്കുന്ന പ്രോബ്ലം എന്ന് പറയുന്നത്. അടുത്തത് 14ാമത്തെ ക്വസ്റ്റ്യൻ. റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലൈൻ ഡിഫക്ട് ഒക്കറിംഗ് ക്രിസ്റ്റൽസ് എന്നുള്ളതാണ്. എന്താണ്? ക്രിസ്റ്റൽസിലുള്ള ലൈൻ ഡിഫക്റ്റുകൾ അല്ലെ? ലൈൻ ഡിഫക്റ്റുകളെ പറ്റി ഒരു ഷോർട്ട് നോട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ബേസിക്കലി ലൈൻ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ലൈൻ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ പെട്ടതാണ്. ഏതൊക്കെയാ? ഒന്ന് എഡ്ജ് ഡിസ്ലൊക്കേഷൻ, രണ്ട് സ്ക്രൂ ഡിസ്ലൊക്കേഷൻ. രണ്ട് കാര്യങ്ങൾ പെട്ടതാണ് എന്ത്? രണ്ട് കാര്യങ്ങൾ ഉൾക്കൊണ്ടതാണ് ലൈൻ ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ലൈൻ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് തരമുണ്ട്. ഒന്ന് എഡ്ജ് ഡിസ്ലൊക്കേഷൻ, രണ്ട് സ്ക്രൂ ഡിസ്ലൊക്കേഷൻ. സോ എന്താണ് ഈ പറയുന്ന എഡ്ജ് ഡിസ്ലൊക്കേഷൻ എന്ന് പറയാ? ജസ്റ്റ് ഒരു ഫിഗർ വരയ്ക്കുക. എന്താണ് സ്ക്രൂ ഡിസ്ലൊക്കേഷൻ എന്ന് പറയാ? ഫിഗർ വരയ്ക്കാം. അത്രേ ഉള്ളൂ, പരിപാടി തീർന്നു. നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്താണ് എഡ്ജ് ഡിസ്ലൊക്കേഷൻ എന്ന് പറയാൻ പോണേ. വാട്ട് ഈസ് എഡ്ജ് ഡിസ്ലൊക്കേഷൻ? സോ എഡ്ജ് ഡിസ്ലൊക്കേഷൻ എന്താണെന്ന് മെഷർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഒരു ഫിഗർ നോക്കുക. നോക്കിയേ, ഫിഗർ ഉണ്ടല്ലോ. ഈ ഫിഗറിൽ തന്നെ പ്രത്യേകത, ബാക്കിയുള്ള എല്ലാ പ്ലെയിനും ഓക്കെയാണ്. പക്ഷെ ഒരു പർട്ടിക്കുലർ പ്ലെയിനിൽ എന്തുണ്ട്? അത് കംപ്ലീറ്റ് അല്ല, ഇവിടെ വരെ ഉള്ളൂ അല്ലേ? ഒരു പർട്ടിക്കുലർ പ്ലെയിൻ, ആ പ്ലെയിൻ എന്താ? കംപ്ലീറ്റ് അല്ല അല്ലേ? അപ്പൊ അവിടെ കംപ്ലീറ്റ് അല്ലാത്തതുകൊണ്ട് അതിന്റെ നിയർ ബൈ ആയിട്ടുള്ള പ്ലെയിനുകൾ എന്തായുണ്ട്? ചെറുതായിട്ട് എന്തായുണ്ട്? ബെൻഡ് ആയുണ്ട്. സോ ഇതിന്റെ ആറ്റോമിക് സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ എങ്ങനെ ഇരിക്കും? അതായത് കുറെ ആറ്റങ്ങൾ തന്നെയുണ്ട്, പക്ഷെ ഒരു പർട്ടിക്കുലർ പ്ലെയിനിൽ ആറ്റങ്ങളുടെ അറേഞ്ച്മെന്റ് കംപ്ലീറ്റ് അല്ല. ഇവിടെ രണ്ട് ആറ്റം ഉള്ളൂ ഈ പ്ലെയിനിൽ, ശരിയല്ലേ? അപ്പോ എന്ത് സംഭവിച്ചു? ഈ പ്ലെയിൻ കംപ്ലീറ്റ് അല്ലാത്തതുകൊണ്ട് അതിന്റെ തൊട്ടടുത്തുള്ള രണ്ട് പ്ലെയിനുകൾ എന്ത് ചെയ്തു? ഒന്ന് അടുത്തേക്ക് വന്നു, അതിന്റെ റെഗുലർ അറേഞ്ച്മെന്റ് മാറി. ഓക്കെ, സോ ഇതിനെ വിളിക്കുന്ന പേരാണ്, ഇങ്ങനെ ആറ്റങ്ങൾ ഇൻകംപ്ലീറ്റ് ആയിട്ട് പാർഷ്യൽ പ്ലെയിനിലായിട്ട് ഇങ്ങനെ അലൈൻ ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് എന്ത്? എഡ്ജ് ഡിസ്ലൊക്കേഷൻ. എന്താണ് എഡ്ജ് ഡിസ്ലൊക്കേഷൻ? ഈ ഫീൽ നോക്കിയേ, ഇതാണ് നമ്മൾ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള പ്ലെയിൻ എന്ന് പറയുന്നത്. ഈ വര ഉണ്ടാവും, ഈ വരനെ വിളിക്കുന്നവരാണെന്ത്? ഡിസ്ലൊക്കേഷൻ ലൈൻ. ഡിസ്ലൊക്കേഷൻ ലൈൻ നമ്മൾ തൊട്ട് മുമ്പ് ഫ്രാങ്ക് റീഡ് സോഴ്സ് പറഞ്ഞപ്പോൾ ഡിസ്ലൊക്കേഷൻ ലൈൻ ഇതാണെന്ന് പറഞ്ഞിരുന്നു. ഞാൻ അന്ന് അപ്പോൾ പറഞ്ഞിരുന്നു നമ്മൾ ഇതിനെ പറ്റി പിന്നെ പറയേണ്ടത്. സോ ഈ വരനെ വിളിക്കുന്നവരാണ്, ഈ ലൈൻ വിളിക്കുന്നവരാണെന്ത്? ഡിസ്ലൊക്കേഷൻ ലൈൻ. ഓക്കെ, ഈ പ്ലെയിൻ കണ്ട ആ ഡിസ്ലൊക്കേഷൻ ലൈൻ ഇരിക്കുന്ന പ്ലെയിൻ, ഈ ഇരിക്കുന്ന പ്ലെയിൻ നമ്മൾ ഡോട്ടഡ് ലൈൻ ആയിട്ട് വരച്ചാണ്ടാ
ഓക്കെ, ആ പ്ലെയിൻ വിളിക്കുന്ന പേരാണ് എന്ത്? സ്ലിപ്പ് പ്ലെയിൻ. സ്ലിപ്പ് പ്ലെയിൻ അല്ലെങ്കിൽ ഡിസ്ലൊക്കേഷൻ പ്ലെയിൻ എന്നൊക്കെ പറയാം. ഓക്കെ, ആ പ്ലെയിനിൽ കൂടെ സ്ലിപ്പിംഗ് നടക്കുള്ളൂ. ഓക്കെ, സോ നമ്മുടെ എഡ്ജ് ഡിസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഫോംഡ് ബൈ പ്രസൻസ് ഓഫ് ആൻ എക്സ്ട്രാ പാർഷ്യൽ പ്ലെയിൻ ഇൻ ദി ക്രിസ്റ്റൽ. ചോദിച്ചാൽ മതി, എന്താണ് എഡ്ജ് ഡിസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ പാർഷ്യൽ പ്ലെയിൻ ഉണ്ടാവുന്നത് മൂലമുണ്ടാവുന്ന ഒരു ഡിഫക്റ്റ് ആണ്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു കാര്യം പഠിക്കാനുള്ളത് ഇതാണ് എന്ത്? ഡിസ്ലൊക്കേഷൻ ലൈൻ എന്ന് പറയുന്നത് അല്ലേ? ഡിസ്ലൊക്കേഷൻ ലൈൻ, ഈ പ്ലെയിൻ ആണ് എന്ത്? സ്ലിപ്പ് പ്ലെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ എഡ്ജ് ഡിസ്ലൊക്കേഷൻ നമ്മളൊരു ഷിയർ ഫോഴ്സ് ഈ ഡയറക്ഷൻ ഈ പ്ലെയിനിൽ കൂടെ കൊടുക്കുമെന്ന് വിചാരിക്കാം. ഈ പ്ലെയിനിൽ കൂടെ ഈ ഡയറക്ഷനിൽ ഒരു ഷിയർ ഫോഴ്സ് കൊടുക്കുമെന്ന് വിചാരിക്കാം. ഷിയർ ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ എന്താണ്? എഡ്ജ് ഡിസ്ലൊക്കേഷൻ ആ ഷിയർ ഫോഴ്സിന്റെ സെയിം ഡയറക്ഷനിൽ എന്ത് ചെയ്യും? മൂവ് ചെയ്യും. ശരിയല്ലേ? സോ എഡ്ജ് ഡിസ്ലൊക്കേഷൻ മൂവ് ചെയ്യുന്നത് ഷിയർ ഫോഴ്സിന്റെ സെയിം ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഷിയർ ഫോഴ്സ് ഏതാണോ ആ ഷിയർ ഫോഴ്സിന്റെ അതേ ഡയറക്ഷനിൽ എഡ്ജ് ഡിസ്ലൊക്കേഷൻ മൂവ് ചെയ്യും. ഇനി വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ എഡ്ജ് ഡിസ്ലൊക്കേഷൻ ഇതെന്താണ്? ഡിസ്ലൊക്കേഷൻ ലൈൻ ആണ് അല്ലെ? ഡിസ്ലൊക്കേഷൻ ലൈൻ ആണ്. സോ എഡ്ജ് ഡിസ്ലൊക്കേഷൻ ലൈനിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. ഡിസ്ലൊക്കേഷൻ ലൈൻ എടുക്കുകയാണെങ്കിൽ ഈ ഡിസ്ലൊക്കേഷൻ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഈ ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുള്ളൂ? ഈ പറയുന്ന എഡ്ജ് ഡിസ്ലൊക്കേഷൻ മൂവ് ചെയ്യുള്ളൂ. ഓക്കെ, ജസ്റ്റ് ഞാൻ പറഞ്ഞോളൂ. നിങ്ങൾ എക്സാമിന് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാം? എക്സ്ട്രാ പാർഷ്യൽ പ്ലെയിൻ വരുന്നതുകൊണ്ടാണ് എഡ്ജ് ഡിസ്ലൊക്കേഷൻ ഉണ്ടാവുന്നതെന്ന് ജസ്റ്റ് പറയാം. ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്, ഫിഗർ വരയ്ക്കണം. നിങ്ങൾ ഈ ഫിഗർ മാത്രം എക്സാമിന് വരച്ചാൽ മതി. ഈ പറയുന്ന 3D ഫിഗർ ഒന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഫിഗറിന് ഞാൻ പറഞ്ഞു ഫിഗറാണ് ഇമ്പോർട്ടൻസ്. ഫിഗറിന് മാർക്ക് ഉണ്ട്, ഫിഗർ ഇല്ലെങ്കിൽ മാർക്ക് തരത്തില്ല. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണിത്, സ്ക്രൂ ഡിസ്ലൊക്കേഷൻ. സ്ക്രൂ ഡിസ്ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ ഫിഗർ ഇതാണ് കണ്ടോ. സ്ക്രൂ ഡിസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മൾ ഒരു ഷിയർ സ്ട്രെസ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ക്രിസ്റ്റല് ഒരു ഹെലിക്കൽ ഷേപ്പിൽ മൂവ് ചെയ്യും. ഒരു ഹെലിക്കൽ ഷേപ്പിൽ, അതായത് നോക്കിയേ, ഇതാണ് നമ്മുടെ സാധാ ക്രിസ്റ്റല്. ഇവിടെ ഷിയർ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ സാധനം ഒരു ഹെലിക്കൽ ഷേപ്പിൽ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യും. സ്ക്രൂ ഡിസ്ലൊക്കേറ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ സ്ക്രൂ മൂവ് ചെയ്യില്ല. അതുപോലെ ഒരു പോർഷൻ മാത്രം എന്ത് ചെയ്യുന്നു? ട്വിസ്റ്റ് ചെയ്യുന്നു. സോ അങ്ങനെ ട്വിസ്റ്റ് ചെയ്യുന്ന ഒരു പോർഷൻ, ഒരു സ്ക്രൂ ഡിസ്ലൊക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്ക്രൂ മൂവ് ചെയ്യുന്നത് പോലെ ഹെലിക്കൽ മോഷനിൽ ട്വിസ്റ്റ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയുന്നത്? സ്ക്രൂ ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സ്ക്രൂ ഡിസ്ലൊക്കേഷൻ. ഇനി ഇവിടുന്ന് പിടിക്കാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫിഗർ വരയ്ക്കണം. ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറയുന്ന മോഷൻ ഈസ് പെർപെൻഡിക്കുലർ ടു ദി ഡയറക്ഷൻ ഓഫ് സ്ട്രെസ്. നമ്മുടെ ഈ ഡിസ്ലൊക്കേഷൻ മോഷൻ, സ്ക്രൂ ഡിസ്ലൊക്കേഷനിൽ നമ്മൾ ഏത് ഡയറക്ഷനിലാണ് സ്ട്രെസ് അപ്ലൈ ചെയ്യുന്നത് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും എന്ത്? മോഷൻ നടക്കുന്നത്. ഇവിടെ നോക്കിയേ, നമ്മൾ ഈ ഡയറക്ഷനിൽ ഒരു ഷിയർ സ്ട്രെസ് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ എന്നാ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഈ ഡയറക്ഷനിലാണ്. ഓക്കെ, ഇത് ഇങ്ങനെ ഒരു സ്ക്രൂ മൂവ് ചെയ്യുന്ന പോലെ ഒരു ഹെലിക്കൽ മോഷനാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നത് മൂവ് ചെയ്യുന്നത് പെർപെൻഡിക്കുലർ ടു ദി ഡയറക്ഷൻ ഓഫ് സ്ട്രെസ് ആണെന്ന് ഓർത്തിരുന്നുള്ളൂ. ഓക്കെ, എഡ്ജ് ഡിസ്ലൊക്കേഷൻ ആണെങ്കിൽ എന്താണ്? ഇൻ ദി ഡയറക്ഷൻ ഓഫ് നമ്മുടെ സ്ട്രെസ് ആണെങ്കിൽ സ്ക്രൂ ഡിസ്ലൊക്കേഷൻ പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, സോ ദീസ് ആർ ദി 2 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഈ പറയുന്ന ലൈൻ ഡിഫക്ട്സ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. എന്തൊക്കെയാണ്? ഒന്ന് എഡ്ജ് ഡിസ്ലൊക്കേഷൻ, 2 സ്ക്രൂ ഡിസ്ലൊക്കേഷൻ. 2ന്റെ ഫിഗർ വരച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കിട്ടും. 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കിട്ടും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എക്സ്പ്ലെയിൻ ദി അൺസ്റ്റഡി സ്റ്റേറ്റ് ഡിഫ്യൂഷൻ, ഡിറൈവ് ദി ഇക്വേഷൻ ഫോർ ഫിക്സ് സെക്കൻഡ് ലോ. അൺസ്റ്റഡി സ്റ്റേറ്റ് ഡിഫ്യൂഷൻ എന്താണ്? അതുപോലെ തന്നെ ഫിക്സിന്റെ സെക്കൻഡ് ലോ ഡിറൈവ് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ അൺസ്റ്റഡി സ്റ്റേറ്റ് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് അൺസ്റ്റഡി എന്ന് പറയുന്നത് എന്താ? അൺസ്റ്റഡി നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ പഠിക്കുന്നതാണ്. അൺസ്റ്റഡി എന്ന് പറയുന്നത് എന്താണ്? അതായത് ടൈമിനനുസരിച്ച് ഒരു ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട് എങ്കിൽ, ടൈമിനനുസരിച്ച് ഒരു ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്യുകയാണ് എങ്കിൽ ആ ക്വാണ്ടിറ്റിനെ വിളിക്കുന്നവരാണ് എന്ത്? അൺസ്റ്റഡി അല്ലേ? അൺസ്റ്റഡി ഫ്ലോ, സ്റ്റഡി ഫ്ലോ, അൺസ്റ്റഡി ഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അൺസ്റ്റഡി ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പോൾ ഈ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ടൈമിനനുസരിച്ച് മാറുകയാണ് എങ്കിൽ, ഇഫ് ദ റേറ്റ് ഓഫ് diffusion is changing with the time, then that diffusion is known as what? Unsteady diffusion. Okay, so diffusion rate ടൈമിനനുസരിച്ച് വേരി ചെയ്യുകയാണെങ്കിൽ ആ ഡിഫ്യൂഷൻ വിളിക്കുന്ന പേരാണ് എന്ത്? അൺസ്റ്റഡി ഡിഫ്യൂഷൻ. ഓക്കെ, ക്വസ്റ്റിൻ്റെ ഒപ്പം വേറൊരു ക്വസ്റ്റ്യൻ കൂടി എന്താണ്? ഡിറൈവ് ദി ഇക്വേഷൻ ഫോർ ഫിക്സ് സെക്കൻഡ് ലോ. ഫിക്സിന്റെ സെക്കൻഡ് ലോ ഡിറൈവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ 2 ലോസ് ഉണ്ട്. ഫിക്സ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഡിഫ്യൂഷൻ ബേസ്ഡ് ആയിട്ട് 2 ലോസ് കണ്ടെത്തിയുണ്ട്. അന്ന് 2ാമത്തെ ലോ ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതിന് ഡെറിവേഷൻ നമ്മൾ ചെയ്യാം. സോ അതിന് വേണ്ടി നമ്മളൊരു വോളിയം കൺസിഡർ ചെയ്യാണ്.
ഓക്കെ, ഒരു എലമെന്റ് ഈ ഷേപ്പിലുള്ള ഒരു എലമെന്റ് കൺസിഡർ ചെയ്യാണ്. സപ്പോസ് അതിനൊരു യൂണിറ്റ് ഏരിയ ആണ്. ഈ ഏരിയ ഒരു യൂണിറ്റ് ഏരിയ എന്ന് വിചാരിക്കാം. ഓക്കെ, 1 മീറ്റർ സ്ക്വയർ. ഓക്കെ, ഒരു യൂണിറ്റ് ഏരിയ ആണ്. ഈ ലെങ്ത് ഡെൽറ്റ എക്സ് ആണ്. ഓക്കെ, ഒരു സ്പീഷീസ് ഡിഫ്യൂസിങ് സ്പീഷീസ് അത് ഈ ഫേസിൽ കൂടെ എൻട്രി ആണ്. സോ ഫ്ലക്സ് ഇൻ അഥവാ ജെ എക്സ്, എക്സ് ഡയറക്ഷനിലുള്ള ഫ്ലക്സ് ഇൻ ആണ് എന്ത്, ജെ എക്സ്. ഫ്ലക്സ് ഔട്ട്, എക്സ് ഡയറക്ഷനിൽ പുറത്തേക്ക് പോകുന്ന ഫ്ലക്സ് ആണ് എന്ത്, ജെ എക്സ് പ്ലസ് ഡി എക്സ്. ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിഫ്യൂഷൻ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, മാസ് ഓഫ് ദി ഡിഫ്യൂസിങ് എലമെന്റ് ഡിവൈഡഡ് ബൈ ഏരിയ ഇൻറ്റു ടൈം. ഇനി നമ്മൾ എന്ത് പറയുന്നത്, ഇനി നമ്മൾ ജെ എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, ഫസ്റ്റ് ലോയിന്റെ ഡെറിവേഷനിലുള്ളതാണ്. സോ ഡിഫ്യൂഷൻ ഇൻ എക്സ് ഡയറക്ഷൻ അല്ലെങ്കിൽ ഫ്ലക്സ് ഇൻ എക്സ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ജെ എക്സ് ആണ്. ഫ്ലക്സ് ഇൻ എക്സ് ഡയറക്ഷൻ വിച്ച് ഈസ് ഫ്ലോയിങ് ഔട്ട്, ഫ്ലക്സ് ഔട്ട് എന്ന് പറയുന്നത് എന്താണ്, ജെ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ആണ്. ഓക്കെ, യൂണിറ്റ് ഏരിയ ആണ്, ഇതിന്റെ തിക്നെസ് ഡെൽറ്റ എക്സ് ആണ്. നമ്മൾ ഫസ്റ്റ് തന്നെ റേറ്റ് ഓഫ് അക്യുമുലേഷൻ ഓഫ് ദി ഡിഫ്യൂസിങ് ക്വാണ്ടിറ്റി, അതായത് ഡിഫ്യൂസിങ് എലമെന്റ് കണ്ടുപിടിക്കാൻ പോകണം. അതായത് എന്തുമാത്രം എലമെന്റ് ഇതിന്റെ അകത്ത് അക്യുമുലേറ്റ് ആവുന്നുണ്ട്. ഏതെങ്കിലും ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു ഗ്യാസ് എന്തെങ്കിലും വേറെ എന്തെങ്കിലും സാധനം എന്താണ് ഇതിലേക്ക് ഡിഫ്യൂസ് ആവുകയാണല്ലോ. അപ്പൊ എന്തുമാത്രം ഡിഫ്യൂസ് ആവുന്നുണ്ട് എന്നുള്ളതിന്റെ ഇക്വേഷൻ ആണ് ഡോ സി ബൈ ഡോ ടി ഇൻറ്റു ഡെൽറ്റ എക്സ്. കാണിക്കാം, ഡോ സി ബൈ ഡോ ടി ഇൻറ്റു ഡെൽറ്റ എക്സ്. ഡോ സി ബൈ ഡോ ടി എന്ന് പറഞ്ഞാൽ എന്താണ്, ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ദി ഡിഫ്യൂസിങ് എലമെന്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം ഇൻറ്റു ഡെൽറ്റ എക്സ് ആയിരിക്കും. ഇപ്പൊ ഇവിടെ നിന്നാണ് ഈ ഡെറിവേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതായത് റേറ്റ് ഓഫ് അക്യുമുലേഷൻ ഈസ് ഈക്വൽ ടു വാട്ട്, ഡോ സി ബൈ ഡോ ടി ഇൻറ്റു ഡെൽറ്റ എക്സ്. അപ്പോൾ സി എന്ന് പറയുന്നത് എന്താണ്, കോൺസെൻട്രേഷൻ ആണ്. ഓക്കെ, ഡോ സി ബൈ ഡോ ടി എന്ന് പറയുന്നത് എന്താണ്, ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം, ഓക്കെ, ഓഫ് ദി ഡിഫ്യൂസിങ് സ്പീഷീസ്. സോ റേറ്റ് ഓഫ് അക്യുമുലേഷൻ എന്ന് പറഞ്ഞാൽ ഡോ സി ബൈ ഡോ ടി ഡെൽറ്റ എക്സ് ആണ്. സിമിലർലി റേറ്റ് ഓഫ് അക്യുമുലേഷൻ നമുക്ക് വേറെ ഇക്വേഷൻ എഴുതാൻ പറ്റും. എന്താണ്, ഫ്ലക്സ് ഇൻ മൈനസ് ഫ്ലക്സ് ഔട്ട്. എന്തുമാത്രം ഫ്ലക്സ് ഡിഫ്യൂസിങ് സ്പീഷീസ് എന്തുമാത്രം എക്സ് ഡയറക്ഷനിൽ വരുന്നുണ്ട്, മൈനസ് എന്തുമാത്രം എന്താണ് പുറത്തേക്ക് പോകുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ജെ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ജെ എക്സ് ആണ്. നമ്മൾ ജെ എക്സ് എന്ന് പറഞ്ഞാൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഫ്ലക്സ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ജെ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ആണ്. ഓക്കെ, ഇനി ഇതിനൊന്ന് എലാബറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജെ എക്സ് മൈനസ് ജെ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഫ്ലക്സ് ഔട്ട്, അതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ജെ എക്സ് പ്ലസ് ഡോ ജെ ബൈ ഡോ എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ് അല്ലേ. നമ്മളിങ്ങനെ പല സ്ഥലത്ത് ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ബെർണോളിസ് ഇക്വേഷന്റെ ഡെറിവേഷനിലേക്ക് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ, അല്ലെങ്കിൽ ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫർ HMT-യിലേക്ക് ഉപയോഗിക്കും. നമുക്ക് പലപ്പോഴും ഉപയോഗിക്കാറുള്ള ഒരു സാധനമാണ്. അതായത് ഫ്ലക്സ് ഔട്ട് എന്ന് പറയുന്നത് ഫ്ലക്സ് ഇൻ പ്ലസ് ചേഞ്ച് ഇൻ ഫ്ലക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ്. ഓക്കെ, ഡോ ജെ എക്സ് പ്ലസ് ഡോ ജെ ബൈ ഡോ എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ്. കാണാൻ പഠിക്കാം, ഫ്ലക്സ് ഔട്ട്പുട്ടിനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, കുഴപ്പമില്ലല്ലോ. അപ്പൊ ഇതിനൊന്ന് ഈ ബ്രാക്കറ്റ് അകത്തേക്ക് എത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ ജെ എക്സും വെട്ടി പോകും. ബാലൻസ് എന്ത് വരും, മൈനസ് ഡോ ജെ ബൈ ഡോ എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ്. ഓക്കെ, ഇപ്പൊ റേറ്റ് ഓഫ് അക്യുമുലേഷൻ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. ഒന്നാമത്തെ ഇക്വേഷൻ എന്താണ്, റേറ്റ് ഓഫ് അക്യുമുലേഷൻ ഈസ് ഈക്വൽ ടു ഡോ സി ബൈ ഡോ ടി ഇൻറ്റു ഡെൽറ്റ എക്സ്. രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്, റേറ്റ് ഓഫ് അക്യുമുലേഷൻ എന്ന് പറയുന്നത് എന്താണ്, മൈനസ് ഡോ ജെ ബൈ ഡോ എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ്. നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്യാൻ പാടില്ല. നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, ഡോ സി ബൈ ഡോ ടി ഇൻറ്റു ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ജെ ബൈ ഡോ എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ് എന്ന് തോന്നുന്നു. രണ്ട് സൈഡിലും ഡെൽറ്റ എക്സ് ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യാം, അത് ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ, സോ ഡോ സി ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ജെ ബൈ ഡോ എക്സ് എന്ന് കിട്ടി. ഡോ സി ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ജെ ബൈ ഡോ എക്സ്. ഇനി ഫിക്സിന്റെ ഫസ്റ്റ് ലോ പറയുന്നത് ബൈ ഫസ്റ്റ് ലോ അനുസരിച്ചിട്ട് നമുക്ക് പറയാം, ഈ പറയുന്ന ജെ അഥവാ ഡിഫ്യൂഷൻ ഫ്ലക്സ് എന്ന് പറയുന്നത് എന്താണ്, മൈനസ് ഡി ഇൻറ്റു ഡോ സി ബൈ ഡോ എക്സ് ആണ്. മൈനസ് ഡി ഇൻറ്റു ഡോ സി ബൈ ഡോ എക്സ് ഇതാണ് ഫസ്റ്റ് ലോന്റെ എക്സ്പ്രഷൻ. ഇതാ. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല, നമ്മൾ അതിനെ പറ്റി പറയുന്നില്ല. സോ ഫിക്സിന്റെ ഫസ്റ്റ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിഫ്യൂഷൻ ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ഡി ഇൻറ്റു ഡോ സി ബൈ ഡോ എക്സ്. ഡോ സി ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് എന്താണ്, കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. ഡി എന്ന് പറയുന്നത് എന്താണ്, ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയും. ഓക്കെ, സോ ജെക്ക് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൈനസ് ഡി ഇൻറ്റു ഡോ സി ബൈ ഡോ എക്സ് എന്ന് നടക്കാൻ പറ്റും. സോ നമ്മൾ മോൾ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ എന്ത് വരുന്നു, ഡോ സി ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ബൈ ഡോ എക്സ് ഓൾറെഡി അവിടെ ഉണ്ട് ഇൻറ്റു ജെയുടെ സ്ഥാനത്ത് എന്ത് ചെയ്യുക, മൈനസ് ഡി ഇൻറ്റു ഡോ സി ബൈ ഡോ എക്സ്. ഓക്കെ, മൈനസ് ഡി ഇൻറ്റു ഡോ സി ബൈ ഡോ എക്സ്.
ഒന്ന് ഈ ഡി മൈനസ് ഡി പുറത്തേക്ക് എടുക്കാം. അപ്പൊ എന്ത് വരും? അപ്പൊ നമുക്ക് എന്ത് വരും? ഡോ സി ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു അതായത് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറയുന്നത് മൈനസും പ്ലസ് ആയി പൊക്കോളും. ഡി ഇൻറ്റു ഡോ ബൈ ഡോ എക്സും കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ എന്ത് വരും? ഡോ സ്ക്വയർ സി ഡിവൈഡഡ് ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഡോ സ്ക്വയർ സി ഡിവൈഡഡ് ബൈ ഡോ എക്സ് സ്ക്വയർ. സോ ഈ ഇക്വേഷനെ വിളിക്കുന്ന പേരാണ് ഫിക്സ് സെക്കൻഡ് ലോ. ഓക്കെ, ഫിക്സിന്റെ സെക്കൻഡ് ലോ. ഈ സെക്കൻഡ് ലോ എന്തിനാണ്? അൺസ്റ്റഡി ഡിഫ്യൂഷന് വേണ്ടിയുള്ള ലോ ആണ്. ഓക്കെ, സോ എന്താണ് ഈ പറഞ്ഞിരിക്കുന്നത്? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം ഈസ് ഈക്വൽ ടു ഡി എന്ന് പറഞ്ഞാൽ ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റ് ഇൻറ്റു ഡോ സ്ക്വയർ സി ബൈ ഡോ എക്സ് സ്ക്വയർ ആണ്. സോ ഡെറിവേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഡെറിവേഷന് എത്ര മാർക്ക്? 4 മാർക്ക് 5 മാർക്ക് ചോദിക്കാറുണ്ട്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. മിക്ക വർഷങ്ങളിലും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇതാണ് സെക്കൻഡ് മൊഡ്യൂളിൽ നിന്ന് നമുക്ക് കഴിഞ്ഞ 2022 ഡിസംബർ മാസം K2 എക്സാമിന് മെറ്റലർജി ആൻഡ് മെറ്റീരിയൽ സയൻസ് എന്ന സബ്ജക്റ്റിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയാണ് രണ്ടാമത്തെ മൊഡ്യൂളിലുള്ളത്. നിങ്ങൾ വൃത്തിയായിട്ട് പഠിക്കുക. നമുക്ക് ഒന്നാമത്തെ മൊഡ്യൂളിന്റെ വീഡിയോ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ മൊഡ്യൂളിന്റെ വീഡിയോ നമ്മൾ ഓൾറെഡി കഴിഞ്ഞു. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.